ഇനി തിരുവനന്തപുരത്തേക്കാണ്. യഥാർത്ഥ ഡീൽ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും വർഗീയ കക്ഷികളും തമ്മിലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനശ്രദ്ധ തിരിക്കാനായി ഡീലെന്ന് പറയുകയാണെന്നും അല്ലാതെ യാതൊരു തെളിവുകളുമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. SDPI-യും കോൺഗ്രസും തമ്മിലാണ് മഞ്ചേശ്വരത്ത് ഡീല്. അതുകൊണ്ടാണ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. CPM വർഗീയ രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ജനം TV-യോട് പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഏറ്റവും നല്ല ഉദാഹരണം മഞ്ചേശ്വരത്തിൽ എന്താ നടന്നത്? ഇതാരും തമ്മിലാണ് ഡീൽ? SDPI-യും കോൺഗ്രസിന് തമ്മിൽ ഡീലല്ലേ? അതുകൊണ്ടല്ലേ SDPI-ൻ്റെ സ്ഥാനാർത്ഥി പിൻവലിക്കുന്നത്? അപ്പോൾ ഡീലിൻ്റെ ചർച്ച നടക്കണം. പക്ഷെ മഞ്ചേശ്വരത്തിൽ നടന്ന ഡീലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ വർദ്ധ ഒന്നും നുണ പറഞ്ഞ് ഒരു CPM-ഉം കോൺഗ്രസ് തമ്മിൽ ഡീലെന്ന് പറഞ്ഞ് നടക്കുന്നത് UDF-നോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മഞ്ചേശ്വരത്തിൽ എന്ത് ഡീലാണ് നടന്നത്? ആരൊപ്പാ ഡീൽ ചെയ്തിരിക്കുന്നത്? അത് ചർച്ച ചെയ്യണ്ടേ? അതാണ് ചർച്ച ചെയ്യേണ്ടത്. CPM കോൺഗ്രസ് തമ്മിലാണ് യഥാർത്ഥ ഡീല്. CPM-ഉം കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി SDPI തമ്മിലാണ്. ഈ പ്രീണന രാഷ്ട്രീയത്തിലും ഈ ഡീൽ രാഷ്ട്രീയത്തിലും CPM കോൺഗ്രസ് രണ്ടല്ല, ഒന്നാണ്. വീരോളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ വ്യക്തമാണ്. ഈ ഒരു ഡീൽ രാഷ്ട്രീയത്തിലും പല ആരോപണങ്ങളെല്ലാം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒത്തുകളി അത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം NDA പരാജയപ്പെടുത്തുക എന്ന ഒരു വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ പരാജയ ഭീതിയോടുകൂടി ഉയർത്തുന്ന ഒരു വെറും ആരോപണം മാത്രമാണ്, ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഡീൽ ആരോപണങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? അമലെ, ഡീൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഡീൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ കത്തിപ്പടർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവാണ് തുടക്കം കുറിക്കുന്നത്. ഇതിനെതിരാണ് ഇപ്പോൾ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനും നേമം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ VD സതീശൻ ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഡീൽ രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ ഡീൽ എവിടെയാണ് നടന്നതെന്ന് ചിന്തിക്കണം. മഞ്ചേശ്വരത്ത് ആ ഡീൽ നടന്നത് കോൺഗ്രസും SDPI-യുമായിട്ടാണ് ആ ഡീൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് SDPI സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും പിൻവലിക്കുന്ന ഒരു സാഹചര്യവും സമീപനമൊക്കെ ഉണ്ടായത്. ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഡീൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മഞ്ചേശ്വരത്തെ ഡീൽ ആണ്. ഇത്തരത്തിൽ നാടിൻ്റെ നാനാഭാഗത്തും വർഗീയ ശക്തികളുമായി ചേർന്നുള്ള ഡീലുകൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ആ ഡീലിൻ്റെ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നുണ്ട്. രണ്ടുപേരും ജമാഅത്തെ ഇസ്ലാമിയോടുകൂടിയും ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ SDPI-യുമായും ചേർന്ന് ഡീൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്ന് കൂടി അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ഡീൽ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഡീലുകളെയാണ് ചർച്ച ചെയ്യേണ്ടത്. CPM ആയാലും ശരി, തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അതായത് വർഗീയ ശക്തികൾക്ക് ഒപ്പം നിൽക്കുകയും SDPI അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള വർഗീയ ശക്തികളെ ചേർത്ത് പിടിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുകയും പൊതുജനങ്ങളുടെ മുമ്പിൽ വർഗീയതയ്ക്ക് എതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് ഇവർ ഇത് രണ്ടിലൂടെ നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശിച്ചത്. ഇത്തരത്തിൽ ഇത്തരം ഡീൽ രാഷ്ട്രീയം അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇവർ മൂന്നുപേരും അതായത് വർഗീയ ശക്തികളും ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും പോലുള്ള വർഗീയ ശക്തികളും കോൺഗ്രസും CPM-ഉം ഒരേ തൂവൽ പക്ഷികളാണ് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം BJP പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറാത്തത് ഇനി മാറും എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നുണ്ട്. അമൽ, യെസ്, വ്യക്തമാണ്. ഡീൽ രാഷ്ട്രീയത്തിൽ ചുട്ട മറുപടി തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥ ഡീൽ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും വർഗീയ കക്ഷികളും തമ്മിലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രശാന്ത് ശങ്കരമണത്താണ് വിവരങ്ങൾ നൽകിയത്.